ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രസം വടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മഴ സമയത്തൊക്കെ നമ്മൾ രസം വട കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അല്ലേ? കഴിക്കാനായിട്ട് ചൂടുവട കിട്ടുവാണെങ്കിൽ പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വട നമ്മൾ എങ്ങനെ റെഡിയാക്കുന്നത് അതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 2 കപ്പ് ഞാനാണെങ്കിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ഉഴുന്നാണ് നന്നായിട്ട് സോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന് തീരെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര വെള്ളം എക്സ്ട്രാ ഉണ്ടാകുന്ന വെച്ചാൽ അത് മൊത്തം കളഞ്ഞു കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 6-7 പച്ചമുളകും ഒരു 2 ഇഞ്ചിൻ്റെ കഷ്ണം അത്ര ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്കെന്ന് വെച്ചാൽ തോന്നുവാണെങ്കിൽ ഒരു കട്ടോരിക്ക് അതുപോലെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് നോക്കുക. അത് മേളിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ കിടന്ന് ആവുന്നുണ്ടെങ്കിൽ മേളിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കാണെങ്കിൽ ആദ്യം ഞാൻ അരച്ച പാനത്താണെങ്കിൽ എന്തോ കുരുമുളക് ഇടാൻ മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഉഴുന്ന് 2ാമത്തെ തൊട്ട് ഇട്ട് അരയ്ക്കുമ്പം 1 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളകും ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ബാറ്റർ നമുക്ക് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിനകത്ത് നല്ല തിക്കായിട്ട് ഇതുപോലെ തന്നെ വേണേ ബാറ്റർ നമ്മുടെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കണ്ടോ അതുപോലെ മേളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേണേ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിനകത്തോട്ട് ഇതുപോലെ ചെറുതാക്കി മുറിച്ചിടാം. പിന്നെ നമുക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് നന്നായിട്ടത് മിക്സാക്കി നമുക്ക് രസം ഉണ്ടാക്കുന്ന അത്രയും സമയം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് സമയമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ സമയം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അരച്ചിത് ഫ്രിഡ്ജ് വെക്കാം കേട്ടോ. നമുക്ക് റെഡിയാക്കി ഇതുപോലെ ഫ്രിഡ്ജ് വെച്ചാൽ മതി. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാണെങ്കിൽ 1 മണിക്കൂറത്തേക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് രസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം സോത്തേ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനിയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സാക്കി നമുക്കൊന്ന് അടച്ചതും തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ രസം പൗഡറിൻ്റെ മസാല ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. നല്ല അടിപൊളി രസം മസാലയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനം കൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടോ ഞാൻ തക്കാളിക്കകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേ കണ്ടിട്ട് തക്കാളിക്ക് വെന്ത് ഉടഞ്ഞ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ രസം പൗഡർ നമ്മൾ റെഡിയാക്കി വെച്ചില്ലായിരുന്നു. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ തൊട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കി സോത്ത് ചെയ്ത് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. കരിഞ്ഞൊന്നും പോവാതെ സൂക്ഷിക്കണം. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഞാനാണെങ്കിൽ പുളി ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അതും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് അതും കൂടെ അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പുളിയൊക്കെ നന്നായിട്ട് സോക്കായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഈ പുളിയുടെ പൾപ്പ് നമുക്ക് അതിനകത്തോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ 2 ഗ്ലാസ് വെള്ളം നമുക്ക് 2-3 ഗ്ലാസ് നമുക്ക് വെള്ളം കൂടെ അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ട് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. ആ പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇച്ചിരി ലൂസായിട്ട് തന്നെ വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലേ രസം ആണെങ്കിൽ നന്നായിട്ട് വടയുടെ അകത്തൊക്കെ സോക്കാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് വെക്കണം. ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ ഇച്ചിരി ഉപ്പൊക്കെ. ഇനി ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ അതിന് മേളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ഒരു തള വന്ന് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ രസം നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നമുക്ക് വട എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ അത്ര സിമ്പിളാണ് അല്ലേ? നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ മസാലയൊക്കെ റെഡിയാക്കി വെച്ച് അവർക്ക് കേടുകൂടാതെ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പം നമ്മുടെ രസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്.
ഈ ഒരു തള വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കാണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈയൊന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഓരോ ഉരുള വീതം കുഞ്ഞു കുഞ്ഞു ഉരുള എടുത്താൽ മതി കേട്ടോ. എണ്ണയ്ക്കകത്ത് വറുത്ത് സൈസിൽ ഡബിളായി വരും. അതുകൊണ്ട് കുഞ്ഞു ബോൾസായിട്ട് വേണേ എടുക്കാനായിട്ട്. അപ്പോൾ അതേ കണ്ടോ, വട ആണെങ്കിൽ ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അതങ്ങ് തിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്റർ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ റെഡിയാക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ സെയിം ഇതുപോലെ നിങ്ങളുടെയും വട നിങ്ങൾക്ക് റെഡിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ മേളിൽ നന്നായിട്ട് കളർ വരികയും ചെയ്യും, ഉള്ളു വേവത്തില്ല കേട്ടോ, പച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എന്നോട് ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രൈ ആയി ഒരു ബാച്ച് നമുക്ക് റെഡിയായി വരും. ഇത് കണക്ക് ബാക്കിയുള്ളതും നമുക്ക് വട നമുക്ക് റെഡിയാക്കി എടുക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഒത്തിരി എണ്ണ സോക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ഒത്തിരി എണ്ണയായിട്ട് ഓയിലി ആയിട്ടിരിക്കുവോ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. നമുക്കാണെങ്കിൽ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നുള്ളൂ. ലോ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ പിന്നെ എണ്ണയെല്ലാം സോക്ക് ചെയ്തിട്ട് പിന്നെ ഭയങ്കര ഓയിലി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലാസ്റ്റ് എന്തോ ചെയ്യണം, ഒരു മിനിറ്റ് നമുക്ക് ബാക്കിയിൽ നിന്ന് ഫ്രൈ ആയി നമുക്ക് തോന്നുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അകത്ത് എത്രയെങ്കിലും എക്സ്ട്രാ ഓയിൽ അകത്ത് എക്സവായി ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരും കേട്ടോ, ഇറങ്ങി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലോട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ, തീരെ ഓയിൽ എക്സോവ് ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ്, മേളിൽ നല്ല ക്രിസ്പിയും അകത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ വട റെഡി ആയിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. നമുക്ക് ഒട്ടും ഓയിലില്ല കണ്ടോ, എൻ്റെ കയ്യിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഇനി നമുക്കാണെങ്കിൽ രസത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കാണെങ്കിൽ ഒരു 10 മിനിറ്റത്തേക്കൊന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉള്ളിലൊക്കെ രസമൊക്കെ സോക്കായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞാൻ സെർവ് ചെയ്തിട്ട് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രസം വട റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്.